എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രകാശന് മൂക്കുമുട്ട തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ പ്രകാശന് കൊടുക്കാനായിട്ട് പൈസ ഇല്ല. എന്ത് ചെയ്യണം? അയാൾ വന്നിട്ട് പറഞ്ഞു 250 രൂപ എന്ന് പറയണം. പെട്ടെന്ന് പ്രകാശൻ ഇങ്ങനെ പോക്കറ്റിലൊക്കെ തപ്പുന്ന പോലെ കാണിച്ചു. അയ്യോ, അത് പിന്നെ ചേട്ടാ പേഴ്സ് എടുത്തില്ലെന്ന് പറയണേ. പേഴ്സ് എടുത്തില്ലേ? അത് കണ്ടില്ല, ഞാൻ പേഴ്സ് ഉണ്ടെന്ന് കരുതി ഇങ്ങോട്ട് പോന്നേ. ഇപ്പൊ നോക്കി, ഇപ്പൊ പേഴ്സ് കാണുന്നില്ല എന്ന് പറയാം. എടാ മോനെ, ഊടായ്പൊക്കെ നിന്റെ മനസ്സിൽ വെച്ചാൽ മതി, ഇവിടെ അത് നടപ്പാകില്ല എന്ന് പറയണം. ഇങ്ങനെ പല അഭ്യാസങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ അഭ്യാസം കരുതി വെച്ചാൽ മതി, പൈസ വന്നിട്ട് മര്യാദയ്ക്ക് പോകാൻ നോക്കാൻ പറയണം. ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു, സത്യ ചേട്ടാ ഞാൻ പറഞ്ഞേ, പേഴ്സ് ഉണ്ടെന്ന് കരുതി വന്നാന്ന് പറയണം. അന്ന ഒരു കാര്യം ചെയ്യാ, നേരെ അങ്ങോട്ടേക്ക് കയറിക്കോ. ഇവിടെ ഓംലേറ്റ് ഉണ്ടാക്കാനും ദോശ ഉണ്ടാക്കാനും ഒന്നും ആളില്ലാതിരിക്കുന്ന ദിവസമാ, കയറിപ്പോയത് ഉണ്ടാക്കിക്കോളാൻ പറയണം. ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു, ശരിയേട്ടാ അതൊക്കെ ചെയ്തോളാം, പക്ഷെ പോണ സമയത്ത് ഇച്ചിരി എന്തേലും തരണം കേട്ടോ, ഇച്ചിരി പൈസ എന്തേലും മിച്ചം തരണമെന്ന് പറയണം. ശരി ശരി, നീ അങ്ങോട്ട് കയറാൻ പറയണം. അവസാനം പ്രകാശൻ അതിനകത്ത് കയറി ദോശ ഉണ്ടാക്കാനും ഓംലേറ്റ് ഉണ്ടാക്കാനും ഒക്കെ തുടങ്ങണം. ആ സമയത്താണ് കിരണിന്റെയും കല്യാണിയുടെയും വരവ്. രണ്ടുപേരും കൂടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഓണ്ടന്ന് ചെന്നിട്ട് ചോദിച്ചു, എന്താ കഴിക്കാൻ വേണ്ടേ? ദോശ മതി എന്ന് പറയണം. പിന്നെയോ ഓംലേറ്റ് തന്നേക്കാൻ പറയണം. ശരി എന്ന് പറഞ്ഞിട്ട് അയാൾ അകത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അതേ ഒരു 3 ദോശ 2 ഓംലേറ്റ് എടുക്കാൻ പറയണം. അപ്പോഴേക്കുമാണ് പ്രകാശൻ അവരെ കാണുന്നത്, കിരണിനെയും കല്യാണിനെ. അവരവിടെ വന്നിരിക്കുന്നു. എന്റെ ഭഗവാനെ, ഇവരോ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എന്താടാ താൻ നോക്കി നിൽക്കുന്നത്? ഉണ്ടാക്കാൻ പറഞ്ഞ ഉണ്ടാക്കിയ പോരേന്ന് ചോദിക്കാം. പിന്നീട് പ്രകാശൻ അത് ഉണ്ടാക്കണം. ഉണ്ടായിക്കഴിഞ്ഞ് വെച്ചിട്ട് എടുത്തുകൊണ്ട് കൊടുക്കുന്നില്ല. ഓണർ ചോദിച്ചു, താൻ എന്താ നോക്കി നിൽക്കുന്നത്? കൊണ്ടേ കൊടുക്കണോന്ന് പറയണം. അത് പിന്നെ സാറ് കൊടുത്താൽ പോരേന്ന് ചോദിക്കാം. ഞാനാ? എന്നാ പിന്നെ തന്നെ ഞാനിവിടെ പിടിച്ചു നിർത്തേണ്ട കാര്യമില്ലോ, മര്യാദയ്ക്ക് കൊണ്ടേ കൊടുക്കാൻ പറയണം. പ്രകാശൻ ആകെപ്പാടൊരു പതർച്ച, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് പ്രകാശൻ രണ്ടും കൽപ്പിച്ച് കൊണ്ടേ കൊടുക്കുകയാണ്. അങ്ങനെ കൊണ്ടേ കൊടുക്കണ സമയത്ത് അവരൊന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശൻ ആകെപ്പെട്ടൊരു നാണക്കേട്. ഓണർ വന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ വന്നപ്പോ തൊട്ട് ഇവന്റെ മുഖത്തൊരു കള്ളലക്ഷണം കാണുന്ന. എന്താ സാറേ, നിങ്ങൾ ഇവനെ അറിയുമോന്ന് ചോദിക്കണം. ഇവനൊരു വെപ്രാളം വിഷമം കാണുന്നെന്ന് പറയണം. അറിയുമോന്നോ? അല്ല, എന്താ ഇവൻ വല്ല വെള്ളിക്കെട്ട് കേസാണോന്ന് ചോദിക്കാം. പിന്നെ പണപ്പെട്ടി വയ്ക്കുന്നത് സൂക്ഷിക്കാൻ നല്ലതാണ് കിരണും പറയാണ്. ഇത് കേട്ടതും ഓണർ ദൈവം അങ്ങനെയൊക്കെയാണെന്ന് ചോദിക്കും. പ്രകാശം പറഞ്ഞു, അതെ ഞാനിവിടെ വന്ന് ജോലി ചെയ്തെന്ന് ഓർത്തോണ്ട് ഫുഡ് കഴിച്ചിട്ട് പണം തരാനില്ലെന്നും കരുതിയിട്ട് അത്രയ്ക്ക് എന്നെ അപമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ആരുടെ ഒന്നും ഇതുമായിട്ട് മോഷ്ടിച്ചിട്ടില്ല എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ഓണർ പറഞ്ഞു, നിനക്ക് പണം തരാനില്ലാത്തതുകൊണ്ട് മാത്രമാണ് നിന്നെ ഇവിടെ ജോലിക്ക് നിർത്തിയത്. നാളെ രാവിലെ ആകുമ്പോഴത്തേനും ഈ ജോലി നിർത്തിട്ട് സ്റ്റാൻഡ് വിട്ടോണെന്ന് പറയാണ്. ഇത് കേട്ടതും കിരൺ പറഞ്ഞു, ഇവനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഫുഡ് കൊണ്ടു തരുമ്പോൾ സൂക്ഷിച്ചും കണ്ടും വേണം ചേട്ടാ കഴിക്കാനായിട്ട്. ഫുഡിനകത്ത് എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടെന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇതിപ്പോ ചേട്ടന്റെ കടയായതുകൊണ്ട് കുഴപ്പമില്ല, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ച് കഴിക്കുവാന്ന് പറയണം. ഇത് കേട്ടത് ഓണർ പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ഇവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവന് ഞാൻ പിന്നെ ഭൂമിക്ക് വിധ വെച്ചേക്കത്തില്ലോ. ഞാനാരാന്ന് ഇവന് ശരിക്കും അറിയത്തില്ലാത്തോണ്ടാന്ന് പറയണം. അത് കേട്ടതും പ്രകാശം പറഞ്ഞു, ഞാൻ ഇതിനകത്തൊന്നും കലർത്തിയിട്ടൊന്നും ഇല്ല എന്ന് പറയണം. കലർത്തിയിട്ടില്ലെങ്കിൽ നിനക്കും കൊള്ളാം, ഇല്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവെന്ന് പറയണം. ഈ സമയം കിരൺ പറഞ്ഞു, എന്നാലും ഇങ്ങനെയുണ്ടോ കല്യാണി? ആൾക്കാർക്ക് ഒരവസ്ഥ വന്നിട്ടുണ്ടെങ്കിലേ എന്തൊക്കെയായിരുന്നു വെല്ലുവിളി നടത്തിക്കൊണ്ട് നടന്നല്ലേന്ന് ചോദിക്കണം. പെട്ടെന്ന് പ്രകാശം പറഞ്ഞു, നീ അധികം ആനന്ദിക്കണ്ട, അതിനെക്കുറിച്ചുള്ള പണി ഞാൻ തന്നേക്കാന്നും പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ പോയി പിറുപിറുത്തോണ്ട് ദോശ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആ സമയം ഓണ്ടർ പറഞ്ഞു, നീ എന്താടാ കിടന്ന് പറഞ്ഞോണ്ടിരിക്കണം നിൽക്കും. ഒന്നുമില്ല, അന്ന് പിന്നെ മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ നോക്ക്, ഫുഡ് കഴിക്കുന്നവിടെ വായിലേക്ക് നോക്കിയിരിക്കാതെ എന്നും പറഞ്ഞിട്ട് പ്രകാശനെ അങ്ങോട്ട് നാണം കെടുത്തോണ്. പ്രകാശിന് ഇതിൽ പരവൊരു നാണക്കേട് ഉണ്ടാവണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് ഒരു നാണം കെട്ട അവസ്ഥയിലായിരുന്നു പ്രകാശൻ. പിന്നീട് പിറ്റേ ദിവസം രാവിലെ കാപ്പ് കുടിക്കുകയാണ് ഭാനുമതിയമ്മ വൃദ്ധസ്ഥാനത്തിൽ ഇരുന്നിട്ട്. അപ്പൊ അവിടെ വേറെ അന്തേവാസികളുണ്ട്. ആ സമയത്ത് ഭാനുമതിയുടെ അമ്മയെ അടുത്തിരിക്കുന്ന അമ്മൂമ്മ പറഞ്ഞു, അതെ ഇന്ന് മാഡം വരും, മാഡം വന്നിയുമ്പോൾ മാഡത്തിനോട് കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറയാം. മാഡം നല്ല ആളാ, നമ്മുടെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ആളാ. ഇത് കുറച്ച് നാളായുള്ളൂ പുള്ളിക്കാരത്ത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടപ്പാക്കാൻ തുടങ്ങിയിട്ട്. നല്ല മനുഷ്യപ്പറ്റുള്ള കൊച്ചാന്ന് പറയാണ്. ഇത് കേട്ടതും ഭാനുമതിയമ്മ പറഞ്ഞു, വേറൊരു ആഗ്രഹമില്ല, എവിടെയെങ്കിലും കയറി കിടക്കാൻ ഒരു ഇടം വേണം, ഇച്ചിരി ഫുഡ് കിട്ടണം, അത് മാത്രമേ ഒരു ആഗ്രഹമുള്ളൂ. അതിന് വേണ്ടിയിട്ടല്ലേ മനുഷ്യൻ ജീവിക്കുന്നത് തന്നെ. ഇപ്പൊ ഈ വയസ്സായ സമയത്താണ് ഓരോരോ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തു പോകുന്നത്, അതുവരെ നമ്മളൊന്നും ചിന്തിക്കില്ല എന്ന് ഭാനുമതിയമ്മ പറയണം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി വരണ സമയത്ത് ഭാനുമതിയമ്മയുടെ അടുത്ത് അവിടുത്തെ മാഡം ചോദിച്ചു, അല്ല ഇന്ന് നിങ്ങളുടെ മോൻ വരത്തില്ലെന്ന് ചോദിക്കണം. മോൻ വരുമായിരിക്കും. അല്ല, അയാൾ വന്നു കഴിയുമ്പോഴത്തേനും മാഡത്തെ കാണാൻ പറയണം, മാഡം അനുവദിച്ചാൽ മാത്രമേ നിങ്ങളെ ഇവിടെ നിർത്താൻ പറ്റുള്ളൂ എന്ന് പറയാം.
അയ്യോ, അങ്ങനെ പറയില്ല സാറെന്ന് പറയണ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. മാനേജ്മെന്റിന്റെ തീരുമാനം മാത്രമല്ല, ദേ ആ വരുന്ന മേഡം കൂടെ അംഗീകരിച്ചാൽ മാത്രം നിങ്ങളെ ഞങ്ങൾക്ക് ഇവിടെ നിർത്താൻ പറ്റുള്ളൂ. കാര്യങ്ങളൊക്കെ അവരിലേ നോക്കുന്നേ. അപ്പൊ അവര് പറയണമെന്ന് പറയാം. ശരിയെന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോണ സമയത്താണ് പ്രകാശന്റെ വരവ്. പ്രകാശനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭാനുമതിമയെ ചെന്നിട്ട് ചോദിച്ചു, എടാ മോനെ, നീ ആഹാരം എന്തെങ്കിലും കഴിച്ചു നിൽക്കും? കഴിച്ചു. അമ്പലത്തിലെ പടച്ചോറ് കഴിച്ചെന്ന് പറയണ. ഇന്നലെ വൈകുന്നേരം ഞാൻ രാത്രി കിടന്നുറങ്ങിയത് എവിടെയാണെന്നറിയോ? അമ്പലത്തിലെ ആൾത്തറയില്. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ക്ഷേത്രത്തിൽ പോയി തൊഴുത് അവിടുത്തെ പടച്ചോറും കഴിച്ചിട്ട് വരുന്ന വഴിയാന്ന് പറയാം. ഇത് കേട്ടതും ഭാനുമതിയും പറഞ്ഞു, എടാ മോനെ, നമുക്ക് ഇനിയും മാറ്റങ്ങളൊക്കെ സംഭവിക്കാനുണ്ടെന്ന് പറയണം. മാറ്റങ്ങളോ? അതേടാ മോനെ, നമ്മളൊക്കെ ഇനി കുറെ മാറ്റങ്ങൾ വരാനുണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോഴാ പല ആൾക്കാരുടെ അവരുടെ ആ വിഷമങ്ങളും വേദനകളൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. നമുക്ക് എന്തുമാത്രം സുഖവും സൗകര്യവും ഉണ്ടായിരുന്നേന്നുള്ളത്. ഇത് കേട്ടോ പ്രകാശം പറഞ്ഞു, അമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഒന്നും പറ്റിയതല്ലട മോനെ, അനുഭവത്തിന്റെ വെളിച്ചത്ത് പറയാന്ന് പറയാ. ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു, പിന്നെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായെന്ന് പറയാം. ഇന്നലെ തട്ടുകട കയറി ഫുഡ് കഴിച്ചിട്ട് പൈസ കൊടുക്കാൻ ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ ജോലിക്ക് നിൽക്കേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് ആ കിരണം കല്യാണി വന്നു. കിരണം കല്യാണിക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ട വന്നമേ, ദോശയും ഓംലേറ്റും ഒക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ട വന്നു പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭാനുമതി പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ, നല്ല കാര്യമാണല്ലോ എന്ന് പറയും. അമ്മ എന്താ പറയണേന്ന് ചോദിക്കും. നല്ല കാര്യമാണോ? അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു ചോദിക്കാണ്. എടാ പ്രകാശ, ദേ അവർക്ക് ഉണ്ടാക്കി കൊടുത്തെന്നോർത്ത് എന്താ കുഴപ്പമിരിക്കുന്നേ? ഒരു നല്ല കാര്യമല്ലേന്ന് ചോദിക്കും. നല്ല കാര്യമോ? അതേടാ മോനെ, എന്തുമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് അവരെ ആ കല്യാണി എന്ന് പറയുന്നവളെ. അതിനുള്ള ശിക്ഷ ദൈവം നമുക്ക് തന്നിരിക്കുന്നതാന്ന് പറയാണ്. അമ്മയ്ക്ക് ഇതെന്താ ഭയങ്കര മനമാറ്റമാണല്ലോ എന്ന് ചോദിക്കും. അവര് നമ്മളോട് ചെയ്ത ദ്രോഹമൊക്കെ ഇത്ര പെട്ടെന്ന് നമ്മ മറന്നുപോയെന്ന് ചോദിക്കാം. എടാ മോനെ, അവര് നമ്മളെ ദ്രോഹിക്കുകയാണ് ചെയ്തേ, നമ്മൾ അവളെ ദ്രോഹിക്കുകയല്ലേ ചെയ്തേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആരാ ചെയ്തേന്നുള്ള കാര്യം. ഇനി എന്നെക്കൂടെ വയ്യട മോനെ, ഈ വയസ്സനാങ്കാലത്ത് പോര് വിളിച്ച് നടക്കാനൊന്നും പറ്റില്ല. എവിടെയെങ്കിലും ഒന്ന് അന്തി ഉറങ്ങണം, ഒരു നേരത്തെ ഫുഡ് കഴിക്കണം, അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഇനി മനസ്സിൽ ഈ പകയും വെറുപ്പും വിദ്വേഷമൊന്നും വെച്ചിടുന്നിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയാണ്. പിന്നീട് അവിടുത്തെ ആ വൃദ്ധസ്ഥാനത്തിലെ മീറ്റിംഗ് നടക്കുവാണ്. മീറ്റിംഗ് നടക്കാൻ സമയത്ത് അവിടുത്തെ മേഡം വന്നിട്ട് പറഞ്ഞു, അതെ ഇപ്പൊ തന്നെ നമ്മൾക്കെല്ലാം പ്രിയപ്പെട്ട ആ മേഡം ഇങ്ങോട്ട് വരുമെന്ന് പറയാണ്. എല്ലാ മാസവും എല്ലാവരുടെയും കാര്യം കൃത്യമായിട്ട് ഇവിടെ ഒന്ന് അന്വേഷിക്കുന്നില്ലെന്ന് ചോദിക്കണം. അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും കാത്തിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ആ മേഡം വരുന്നത്. ആ സമയം പ്രകാശനും ഭാനുമതിമ അവിടെ ഉണ്ടായിരുന്നിരിപ്പ്. അവരൊരു നിമിഷം ഞെട്ടിപ്പോയി. കല്യാണിയാണ് അങ്ങോട്ടേക്ക് വന്നത്. കല്യാണിയെ കണ്ടത് അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. പിന്നീട് കല്യാണിക്ക് ഒരു പൂച്ചെണ്ടൊക്കെ കൊടുത്തിട്ട് കല്യാണിയോട് സംസാരിക്കാൻ പറയണം. ഈ സമയത്ത് കല്യാണി പറഞ്ഞു, അതെ ഇന്നത്തെ കാലത്ത് ആണെന്നോ പെണ്ണെന്നോ ഒരിക്കലും ഒരു വേർതിരിവൊന്നും കാണിക്കരുത്. മക്കളെ എല്ലാവരും ഒരേപോലെ നോക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ വയസ്സനാം കാലത്ത് ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ഇവിടെ കിടക്കേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ ഇന്നത്തെ തലമുറ ചിന്തിക്കുന്ന ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു കൂട്ടാൻ നാളത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്ന പോലുമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് നാളെ ഇനിയിപ്പോൾ അവർ വന്ന് വിളിച്ചാൽ പോലും നിങ്ങൾ പോകാൻ കൂട്ടാക്കേണ്ട കാര്യമില്ല. ഈ സമയത്ത് ഇവിടെ കൊണ്ടുപോയിട്ട് പിന്നെ ഒരു ദിവസം വന്ന് വിളിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് കല്യാണി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവിടുത്തെ ആ മാനേജർ വന്നിട്ട് പറഞ്ഞു, അതെ പുതിയതായിട്ട് അന്ത്യാവസ്ഥയും കൂടെ വന്നിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം കല്യാണി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശം പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റു. വാ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് അവരെ വിളിക്കുകയാണ്. ഭാനുമതി അമ്മേനെ വിളിക്കുകയാണ്. അമ്മയും കൂടെ വരാനും പറഞ്ഞ് കയ്യെ പിടിച്ചു അങ്ങോട്ട് പോവാണ്. ദേ അവരാന്ന് പറയണേ. ഓഹ് അവരാണോ? അല്ല അവരെ അവിടെ നിർത്തണോ വേണ്ടെന്നോ? ഇവരെയാണെങ്കിൽ നിർത്തണമെന്ന് എനിക്കൊരു താല്പര്യം ഇല്ലാന്ന് കല്യാണി പറയാണ്. പക്ഷെ മാഡത്തിന്റെ കാര്യം എന്താന്ന് മനസ്സിലായില്ല. ആ സമയം ഭാനുമതിമയുടെ കൈയും പിടിച്ചിട്ട് പ്രകാശനം കിടങ്ങി നടക്കുവാണ്. ഭാനുമതിമ ചോദിച്ചു, എടാ നീ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകണമെന്ന് ചോദിക്കാം. എങ്ങോട്ടായാലെങ്കിൽ എന്താ, ഇങ്ങോട്ട് വരാൻ പറയണ. എടാ പ്രകാശ, എന്റെ കയ്യേന്ന് വിടാൻ പറയണ. കയ്യേന്ന് പറഞ്ഞല്ലേ, ദേ അവളുടെ കാല് പിടിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. അവള് ഇത് സഹായിക്കുന്നിടത്ത് നമുക്ക് വന്ന് താമസിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയണ. ഭാനുമതി പറഞ്ഞു, എടാ പ്രകാശ, ഇപ്പൊ നീ എന്നെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരു നേരത്തെ ആഹാരം തരാൻ പറ്റുമോ? അല്ലെങ്കിൽ തലചായ്ക്ക് ഒരു ഇടം തരാൻ പറ്റുമോ? ഏതെങ്കിലും വീടെടുത്തിട്ട് നീ എന്നെ കയ്യെ പിടിച്ചോണ്ട് പോവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നീ എന്നെ എങ്ങോട്ടാടാ കൊണ്ടുവന്നേ? കണ്ട കടത്തിനെയും പോയി കിടക്കാനല്ലേ? എന്നെ കൊണ്ട് പറ്റില്ലടാ പ്രകാശ എന്ന് പറയാം. അമ്മേ നീ കൂടുതലൊന്നും പറയണ്ടാ, അല്ലെങ്കിൽ തന്നെ നിനക്കറിയാലോ, നിനക്ക് വേണ്ടിയിട്ടുള്ള മരുന്നിനും കാര്യത്തിനും വേണ്ടിയിട്ട് ഞാൻ ആൾക്കാരുടെ മുന്നിൽ തെണ്ടുമായിരുന്നു. അവസാനം ബില്ലടയ്ക്കാൻ വേണ്ടിയിട്ട് നീ വലിയ മകൻ എന്നും പറഞ്ഞ് പൊത്തിപ്പൊതിഞ്ഞ് വെച്ചോണ്ട് നടത്ത് ഒരുത്തനുണ്ടല്ലോ, അവൻ നിന്നെ തിരിഞ്ഞെങ്കിലും നോക്കിയോ? തിരിഞ്ഞു നോക്കിയില്ലോ. ആൺമക്കളെ വളർത്തിയോണ്ട് വലിയ ഗുണമൊന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലായടാ. ഇന്നത്തെ കാലത്ത് പെൺമക്കളാണ് വലുതെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ തന്നെ കണ്ടില്ലേ, ഒരിക്കലും അങ്ങനെ ഒരു വേർതിരിവ് കാണിക്കില്ലായിരുന്നു. അതിന്റെ ബലം അനുഭവിച്ചുകൊണ്ടിരിക്കണേ. അതുകൊണ്ട് ഞാൻ വരാൻ കൂട്ടാക്കല്ലേ, ഞാൻ ഇവിടെ നിൽക്കുന്നുള്ളെന്ന് പറയാം. അമ്മ ഇങ്ങോട്ട് വരാൻ പറയുന്നത് കയ്യെ ബലമായിട്ട് പിടിക്കുകയാണ്. അവസാനം ഭാനുമതിയും പറഞ്ഞു വിടറാന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ ഒരെണ്ണം പ്രകാശന്റെ കവിളത്ത് അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോഴേക്കും കല്യാണിയും അവിടുത്തെ അന്തേവാസികൾ അങ്ങോട്ടേക്ക് വരുവാണ്.
ഇത് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ കല്യാണി വരെ ഞെട്ടിപ്പോയി. അന്താളിപ്പോടെ നോക്കുവാണ്. ഭാനുമതിയും പറഞ്ഞു, ഇത് ഞാൻ നേരത്തെ തരേണ്ടതായിരുന്നു. ഇനിയെങ്കിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കുക. ഞാൻ നിന്റെ കൂടെ നിനക്കൊരു നേരത്തെ ആഹാരമോ അല്ലെങ്കിൽ കിടക്കാനുള്ള സ്ഥലവും പോലെ നിനക്ക് ഒരുക്കി തരാൻ പറ്റില്ല. എന്നിട്ട് അവനെ വിളിച്ചോണ്ട് പോകാനിരിക്കുന്നു. ഇനിയെങ്കിലും എനിക്ക് നന്നാവണോടാ. ഇത്രയും കാലം ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. ഞാൻ ഇനി എവിടത്തേക്ക് നിന്റെ കൂടെ ഇല്ല. നിനക്ക് ഇനിയും നന്നാവാൻ സമയമുണ്ട്. നീ പോയി നന്നാവാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാനുമതിയും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.